നമസ്കാരം. ഈ മണിക്കൂറുകളിൽ മലയാള മാധ്യമങ്ങൾ ഏറ്റവും അധികം ആഘോഷിക്കുന്നത് മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും എന്നുള്ള വിവരം തന്നെയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഉടൻ തന്നെ ദില്ലിയിലേക്ക് എത്താൻ സുരേഷ് ഗോപിയോട് നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ എത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുകൂടി സുരേഷ് ഗോപി സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും മലയാള മാധ്യമങ്ങൾ ഇത് ഒരു ബിഗ് ബ്രേക്കിംഗ് ആയി ആഘോഷിക്കുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴകവും വലിയ ആഘോഷത്തിൽ തന്നെയാണ്. കാരണം തമിഴ്നാടിന്റെ BJP സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലൈ കേന്ദ്രമന്ത്രിയാകും എന്നുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വകുപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ അടക്കം സൂചനകളൊന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ അണ്ണാമലൈ കേന്ദ്രമന്ത്രിയാകും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എന്തായാലും ഈ ഒരു സാധ്യത, അണ്ണാമലൈ കേന്ദ്രമന്ത്രിയാകും എന്നുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ BJP-യിൽ നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ 4 ദിവസം മുൻപ് തന്നെ ഞങ്ങളുടെ ടീം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കമന്റ് ബോക്സിൽ അടക്കം വലിയ വിമർശനങ്ങൾ ഉയർത്തിയ ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം DMK, AADMK എന്നീ ദ്രാവിഡ പാർട്ടികളുമായി ഒരു അനുനയത്തിൽ പോകേണ്ട ആവശ്യം ഇപ്പോൾ BJP-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ണാമലയേക്കാൾ അവിടെ സംസ്ഥാന ചുമതല വഹിക്കാൻ ഇനി കൂടുതൽ മികവ് പുലർത്തുക L. മുരുകൻ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഈ അണ്ണാമലയ്ക്ക് കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതകൾ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. നിലവിൽ എന്തായാലും കേരളത്തിലും തമിഴകത്തും വലിയ ആഘോഷം തന്നെയാണ്. തമിഴകത്ത് BJP-ക്ക് ഒരു MP പോലും ഉണ്ടായില്ല എങ്കിൽ പോലും അണ്ണാമലൈ നടത്തിയ നീക്കങ്ങളുടെ ഫലമായി തന്നെയാണ് അവിടെ വോട്ട് വിഹിതം അടക്കം ഉയർത്താൻ BJP-ക്ക് സാധിച്ചത്. 2 ദിവസം മുൻപ് ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം പങ്കുവച്ചിരുന്നു. അതിന്റെ വീഡിയോ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്നായിരുന്നു നേരത്തെ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോൾ എത്തുകയും ഉടൻ തന്നെ ദില്ലിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. മൂന്നാം മോദി മന്ത്രിസഭയിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രാതിനിധ്യം ഏറുന്നു എന്നുള്ളത് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അതിൽ സുരേഷ് ഗോപി ഉൾപ്പെടുന്നു, അതിൽ കെ അണ്ണാമലൈ ഉൾപ്പെടുന്നു എന്നതൊക്കെ ഇരട്ടി മധുരവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.